ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ് 1991 മെയ് 21. അന്നാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. ഈ സംഭവം നമ്മുടെ മലയാളത്തിലെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനെ വല്ലാതെ ബാധിച്ചിരുന്നു. ആ സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മലയാള സിനിമയിൽ ഒരുപാട് ആൾമാറാട്ട കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരു തുടക്കം കുറിച്ച ഒരു സിനിമ എന്ന് പറയാവുന്നതാണ് മുഖച്ചിത്രം. ജയറാമും സിദ്ദിഖും ജഗദീഷും ഒക്കെ തകർത്തഭിനയിച്ച ഒരു സിനിമയാണ്. സുരേഷ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ മൂന്നാമത്തെ സിനിമയാണ് മുഖച്ചിത്രം. അദ്ദേഹം പത്മരാജന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. ഇങ്ങനെ അദ്ദേഹം ജയറാമനെ തന്നെ നായകനാക്കി ജാതകം, രാധാമാധവം ഇങ്ങനെ 2 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് മുഖച്ചിത്രം. ശരിക്കും അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 സിനിമകളൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു മുഖച്ചിത്രം. ഇതിനു മുമ്പ് അദ്ദേഹം ഈ മുഖച്ചിത്രത്തിന് മുമ്പ് അദ്ദേഹം ചെയ്ത രാധാമാധവം ലോഹിദാസ് ആയിരുന്നു സ്ക്രിപ്റ്റ്, ജാതകവും ലോഹിദാസ് ആയിരുന്നു സ്ക്രിപ്റ്റ്. ജാതകം ഭയങ്കര ഹിറ്റായിരുന്നു. ജാതകത്തിന് ഇദ്ദേഹത്തിന് മികച്ച നവാഗത സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ രാധാമാധവം അന്ന് തിയേറ്ററിൽ അത്ര വിജയമായില്ല. അങ്ങനെ അതിന്റെ ഒരു ഡിപ്രഷനിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് പുതിയ ഒരു നിർമ്മാതാക്കൾ ഒരു 2 ചെറുപ്പക്കാർ വന്നിട്ട് അദ്ദേഹത്തോട് പറയണത്, നിങ്ങളെ വെച്ച് ഞാൻ സിനിമ ഞങ്ങൾ നിർമ്മിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. ആ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഇന്നത്തെ ഒരു ടോപ്പ് പ്രൊഡ്യൂസറായ എം രഞ്ജിത്ത്. അങ്ങനെ ഇവര് ഒരു കോമഡി പടം എന്ന രീതിയിൽ ജയപള്ളാശ്ശേരിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പൊ ഒരു സ്കൂള്, എന്താ പറയാ, ഒരു ഗോമതി ടീച്ചർ നടത്തുന്ന ഒരു സ്കൂള്. ആ സ്കൂളിൽ ഒരു ബാൻഡ് അധ്യാപകൻ, ഒരു ബാൻഡ് മാഷിനെ വേണം എന്ന് പറഞ്ഞിട്ട് ബാൻഡ് മാഷിനെ തേടി പോകുന്നു. ആ സിനിമ ചിലപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതില് ഒരു തെരുവിലൊക്കെ പാടിയൊക്കെ നടക്കുന്ന ജയറാമിന്റെ ഒരു അനാഥനായ കഥാപാത്രത്തിനെ അതിലെ കണ്ണൻ മാഷ് എന്ന് പറയുന്ന അധ്യാപകനായ സിദ്ദിഖിന്റെ കഥാപാത്രം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് സിദ്ദിഖ് ഒരു കള്ളപ്പേരില് മാത്തുക്കുട്ടി എന്ന് പറയുന്ന ജയറാമിന്റെ യഥാർത്ഥ പേര് മാറ്റി സേതു മാധവൻ എന്ന് പറയുന്ന ഒരു പേരിൽ കൊണ്ടുവരണതും ഒക്കെയാണ് ആ സിനിമ. ഒരു ആൾമാറാട്ട കഥയാണ്. അപ്പൊ അതില് ജയറാമിന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കല്യാണ ഫോട്ടോ എവിടെ എന്നുള്ളത് ഒരു തെളിവായിട്ട് ചോദിക്കുമ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് വേറൊരു പെൺകുട്ടിയുടെ, ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയുടെ ഫോട്ടോയും ജയറാമിന്റെ ഫോട്ടോയും കൂട്ടിച്ചേർത്ത് കൊണ്ടൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കുന്നതും ഒക്കെയാണ്. അപ്പൊ അതിൽ ഉർവശിയാണ് അതിൽ ആ ഫോട്ടോയിൽ വരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഉർവശി ജയറാമിന്റെ ഭാര്യ ആണെന്ന് പറഞ്ഞിട്ട് തന്നെ ഉർവശിയുടെ ഒരു എൻട്രി ഒക്കെ ഉണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും എല്ലാം ഇവര് നല്ല തകൃതിയായിട്ട് അടിച്ചുപൊളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവസാനത്തെ ഒരു ഭാഗമാണ് എടുക്കാനുള്ളത്. അത് ആലപ്പുഴ ഉള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഒരു നൈറ്റ് സീനാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ജയറാമും സിദ്ദിഖും കൂടി അവർ തമ്മിലുള്ള ഒരു സീനാണ്. അത് അവിടെ ഒരു ഹോട്ടലിൽ റൂമിലാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രാമചന്ദ്ര ബാബു എന്ന് പറയുന്ന വളരെ സീനിയർ മോസ്റ്റ് ക്യാമറമാൻ ആയിരുന്നു. അദ്ദേഹമാണ് അതിന്റെ ക്യാമറമാൻ. അപ്പൊ അന്ന് ഇവര് നൈറ്റ് ഷൂട്ട് ആയതുകൊണ്ട് ഇവർ റോട്ടിൽ ജനറേറ്ററൊക്കെ വെച്ചിട്ട് ഒരു ലൈനൊക്കെ സെറ്റ് ചെയ്ത്, ജനലിലുള്ള ലൈനൊക്കെ സെറ്റ് ചെയ്ത്, അകത്തെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു വലിയൊരു ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് ആ സീൻ എടുക്കുന്നത്. അപ്പൊ ആ സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ജയറാമിന് ഒരു ഫോൺ കോൾ വന്നു. അപ്പൊ നമുക്കറിയാം ഇന്നങ്ങനെ മൊബൈലൊന്നുമില്ല. അപ്പൊ അന്ന് ലോഡ്ജിലേക്ക് ഒന്ന് ജയറാമിന് ഒരു ലാൻഡ് ഫോണിൽ ഒരു കോള് വന്നു. മദ്രാസിൽ നിന്നാണ് കോള്. ആ ഫോൺ വന്ന ശേഷം ജയറാം ആകെ കുറച്ച് ടെൻസ്ഡായി. എന്നിട്ട് ജയറാം പറഞ്ഞു, ആകെ പ്രശ്നമാണ്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. അപ്പൊ നമുക്കറിയാം അന്ന് രാത്രിയാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ മുഴുവനും ഒരു, എന്താ പറയാ, ആകെ ഒരു ആൾക്കാരൊക്കെ പാനിക്കായി. ഒരു ഇന്ത്യ ഇന്നത്തെ പോലെ അന്ന് ഒറ്റയടിക്ക് സ്പ്രെഡ് ആയില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയകളിലുണ്ട്. നമുക്കറിയാം അന്ന് പല നാടുകളിലും പിറ്റേ ദിവസത്തെ പത്രം വന്നപ്പോഴൊക്കെയാണ് ആളുകളൊക്കെ അറിയുന്നത് രാജീവ് ഗാന്ധി ഇങ്ങനെ കൊല്ലപ്പെട്ടതൊക്കെ. അന്ന് ഇന്നത്തെ പോലെ എല്ലാ വീട്ടിലും TV ഇല്ല, കേബിൾ TV ഇല്ല, സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഒഫീഷ്യൽസ് വഴിയൊക്കെ ഫോണിലൂടെയൊക്കെ, ലാൻഡ് ഫോണിലൂടെയൊക്കെ ആൾക്കാർ അറിഞ്ഞു. അങ്ങനെ ജയറാമാണ് ഇവരുടെ ലൊക്കേഷനിൽ ആദ്യമായിട്ട് ആ വാർത്ത അറിയുന്നത്. അങ്ങനെ ജയറാം ആ വാർത്ത അറിഞ്ഞപ്പോൾ അതിനെപ്പോഴും പോലീസ്, കേരളത്തിലൊക്കെ ജാഗ്രതയാണ്. അപ്പൊ പോലീസ് വന്നിട്ട് പിന്നെ ഷൂട്ടിങ് ഒന്നും പറ്റില്ല, എല്ലാവരും, അതായത് ആൾക്കൂട്ടം പോലും പറ്റില്ല എന്ന് പറയുന്ന ഒരു സമയമായിരുന്നു. ശരിക്കും ഒരു അടിയന്തരാവസ്ഥ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, രാമചന്ദ്രബാബു ആ ജനറേറ്ററൊക്കെ അവിടുന്ന് അവർ ക്യാമറ ടീമൊക്കെ മാറ്റി. അതായത് ഷൂട്ടിംഗ് ആണെന്നൊന്നും ആരും പറയുന്നത്, പക്ഷെ ഇവർക്ക് ഷൂട്ടിംഗ് തീർത്തേ പറ്റുള്ളൂ. അങ്ങനെ ഇവർ വളരെ ലിമിറ്റഡ് ലൈറ്റ്സ് വെച്ചിട്ടാണ് ആ റൂമിൻ്റെ അകത്തുള്ള സീൻ ഷൂട്ട് ചെയ്തത്. ഇന്നും ഒരുപക്ഷെ നിങ്ങൾ ആ സീൻ കാണുമ്പോൾ, കാരണം ഓഡിയൻസ് അന്ന് ആ സിനിമ കണ്ടപ്പോഴോ പിന്നീട് കണ്ടപ്പോഴോ ആ ഓഡിയൻസിനൊന്നും ഇത്, സാധാരണ ഓഡിയൻസിനൊന്നും ഇത് മനസ്സിലാവില്ല. പക്ഷെ രാമചന്ദ്രബാബുവിൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. അദ്ദേഹം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു. കാരണം ഒരുപക്ഷെ വേറൊരു ക്യാമറാമാൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ക്യാമറാമാൻ ഇതെങ്ങനെ
ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. കാരണം നമുക്കറിയാം അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിംഗ് പാറ്റേൺ മൊത്തം തകിടം മറിയും. പക്ഷെ രാമചന്ദ്ര ബാബു അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തിട്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീനാണ്. കാരണം ജയറാമിനെ സിദ്ദിഖ് പരിചയപ്പെട്ട ശേഷം ഇവർ തമ്മിൽ ജയറാമിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ സ്കൂളിലേക്കുള്ള മാഷായിട്ട് കൊണ്ടുവരാൻ അങ്ങനെ അങ്ങനത്തെ സീനാണ്. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടവർക്ക് ആ സീൻ മനസ്സിലാക്കും. അപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അതായത് ഈ ഒരു സിനിമയുടെ പാക്കപ്പ് ദിവസം ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് ഈ അടുത്ത് പല ആൾക്കാർ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം ആരുടെയും മുഖത്തൊരു ചിരിയൊന്നുമില്ല. കാരണം എല്ലാവരും ചെറിയൊരു പേടിയോ ഒക്കെ അല്ലെങ്കിൽ ഒരു ടയേർഡോ ഒക്കെ ആയിട്ടുള്ള ഒരു ഫേസാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ഷനും തന്നെയായിരുന്നു. എല്ലാവരും ടെൻഷൻ അടിക്കാനുള്ള കാരണം ഇതാണ്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു, ഷൂട്ടിംഗ് ഇനി പല പ്രശ്നങ്ങൾ വന്നു, ഷൂട്ടിംഗ് തീർക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് പോകാനിരുന്നതാണ്. പക്ഷെ ഇവരെല്ലാവരും അന്ന് 2 ദിവസം ഹോട്ടൽ റൂമിൽ തന്നെ, എനിക്ക് തോന്നുന്നു ആ ഷൂട്ട് ചെയ്ത ഹോട്ടൽ റൂമിൽ തന്നെയാണ് ജയറാമും സിദ്ദിഖൊക്കെ താമസിച്ചിരുന്നത്. യൂണിറ്റുകാരൊക്കെ വേറെ ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാതെ, ചെന്നൈക്ക് പോകാൻ പറ്റാതെ അന്ന് എല്ലാവരും ആ റൂമിൽ തന്നെ താമസിക്കേണ്ടി വന്നു. അപ്പോൾ മുഖചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് പിന്നീട് പല റൈറ്റപ്സിലും അല്ലെങ്കിൽ രാമചന്ദ്ര ബാബു തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥയിൽ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ മുഖചിത്രം എന്ന് പറയുന്ന സിനിമയുടെ പ്രധാന ഓർമ്മയായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തത് ഈ ഒരു ഇൻസിഡൻ്റ് ആണ്. മുഖചിത്രം ശരിക്കും ഭയങ്കര സൂപ്പർ ഹിറ്റായി. ഊർവശിക്ക് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. വേറെയും സിനിമകളുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭരതം പോലത്തെ വേറെ 2-3 സിനിമകളൊക്കെ ഒരുമിച്ചാണ് ഊർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. നമ്മൾ ആ സിനിമ കാണുമ്പോൾ പറയാം, സെക്കൻഡ് ഹാഫിലാണ് ഊർവശി വരുന്നത്. അന്ന് ഈ സുരേഷ് ഉണ്ണിത്താനും ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഊർവശീനെ വിളിച്ചാൽ വരുമോ. കാരണം ഉർവശി അന്ന് ഓടി നടന്ന് അഭിനയിക്കുന്ന തമിഴും തെലുങ്കൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. പക്ഷെ ഉർവശി ആ റോള് വന്നു, ഉർവശി ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തു. കാരണം ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ജയറാമിൻ്റെ ഒക്കെ ഒപ്പം ജയറാം ഉർവശി ഒരു കോമ്പിനേഷനിലെ ഒരു എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ്. അതേപോലെ തന്നെയാണ് അതിൽ ജഗദീഷിന്റെ, ഇന്നും മിമിക്രിക്കാരൊക്കെ ജഗദീഷ് എന്ന് പറയുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന ഒരു ഡയലോഗ്, അത് ശരിക്കും ഈ സിനിമയിലാണ്. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ചോദിക്കട്ടെ, അവൻ കല്യാണം കഴിച്ചവനാണെങ്കിൽ ആ പെട്ടിക്കകത്ത് ഒരു കല്യാണ ഫോട്ടോ കാണാതിരിക്കുമോ? ഇതിൽ ജഗദീഷ് ഒരു പ്യൂണായിട്ടാണ്, സ്കൂളിലെ പ്യൂണായിട്ടാണ്. ഇതിൽ ഗോമതി ടീച്ചർ എന്ന് പറയുന്ന KP ശ്രീധരന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച ഒരു അധ്യാപകന്റെ വേഷം ചെയ്തത് ജഗദീഷ് ശ്രീകുമാറാണ്. ഗംഭീരമായിട്ട് ജഗദീഷ് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാറിനും ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു. പിന്നെ സുനിത അതിൽ മറ്റൊരു നായികയായിരുന്നു. M രഞ്ജിത്ത് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കൊല്ലം തുളസിയാണ് പ്രധാന വില്ലൻ. കൊല്ലം തുളസിയുടെ കൂടെ നടക്കുന്ന, ഇടവും വലയുടെ നടക്കുന്ന 2 ഗുണ്ടങ്ങളിൽ ഒരു ഗുണ്ടയായിട്ട് അഭിനയിച്ച M രഞ്ജിത്താണ്. M രഞ്ജിത്തിന് അന്ന് വളരെ 21-22 വയസ്സൊക്കെ ഉള്ളൂ. അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് ലാഭം കിട്ടി. പക്ഷേ അതിനുശേഷം 1-2 സിനിമകൾ ചെയ്തത് M രഞ്ജിത്തിന് നഷ്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം നിർമ്മാണം നിർത്തി പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് സിനിമയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത ശേഷമാണ് അദ്ദേഹം പിന്നീട് ചിന്താമണി കൊലക്കേസ് പോലത്തെ സിനിമകളിലൂടെ വീണ്ടും രജപുത്ര രഞ്ജിത്തായി മാറിയത്. അപ്പോൾ ഈ അടുത്ത് തുടരും എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഹിറ്റായ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം മുഖചിത്രം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് മുഖചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് ഈ അടുത്ത് തുടരും സിനിമയുടെ ആദ്യത്തെ ഒരു ടീസർ റിലീസ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? അതിൽ ലാലേട്ടൻ താടി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശോഭന വന്നിട്ട് പറയണത് ആ താടി കളഞ്ഞ കൊല്ലും ഞാൻ എന്ന് പറയുന്നത്, കൈവെട്ടും ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ പ്രൊമോയുടെ ഓപ്പണിങ് വരുന്നത് ചെമ്മരന്തിച്ചയിലുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ്. ആ സോങ് മുഖചിത്രം സിനിമയിലാണ്. അന്ന് ഭയങ്കര ഹിറ്റായിട്ടുള്ള സോങ് ആണ്. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന ആർക്കാ പ്രശ്നം? ചെമ്പരുന്തിൻ ചേലുണ്ട് അയ്യയ്യ അമ്പനട്ടെ ചെറുക്കന്ന് അയ്യയ്യ. അപ്പോൾ മുഖചിത്രം എന്ന് പറയുന്ന ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം. കാരണം വളരെ രസമായിട്ടുള്ള ഹ്യൂമർ സീൻസ് ഉള്ള ഒരു സിനിമയാണ്.